സി ഞാൻ പ്രണയിച്ച കുട്ടി, പ്രണയിക്കുന്ന എൻ്റെ ഭാര്യ, ഇപ്പോഴും ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഭാര്യയെ. എൻ്റെ കാമുകി ഒരു മാധ്യമ പ്രവർത്തകയാണ്. ഷീ വർക്ക്സ് ഫോർ ദ BBC. അപ്പോൾ എന്താ വെച്ചാൽ പുള്ളിക്കാരത്തിൻ്റെ ഫീൽഡ് ഓഫ് വർക്ക് ഇൻക്ലൂഡ്സ് കേരളത്തിൽ പോലും വന്നിട്ടുണ്ട്. കേരളത്തിൽ പോലും വന്ന് ഒരു ഗൾഫിലുണ്ടായിരുന്ന ഒരു എക്കോണമിക് ക്രൈസിസ് നടന്നപ്പോൾ കൊല്ലത്തൊക്കെ വഴിയോരങ്ങളിൽ പോയിരുന്ന് ഗൾഫ് റിട്ടേൺഡ് മലയാളികൾ, ജോലിയില്ലാതെ നിൽക്കുന്ന മലയാളികളോട് ജംഗ്ഷൻസിൽ പോയിരുന്ന് സംസാരിക്കുക, സർവേസ് എടുക്കുക. അപ്പോൾ സുപ്രിയയുടെ അനോണിമിറ്റി, സുപ്രിയയുടെ ജോലിക്കൊരു ആവശ്യമായിരുന്നു. അനോണിമിറ്റി എന്ന് വെച്ചാൽ എൻ്റെ കാമുകി ഇന്നാരാണ് എന്ന് പറഞ്ഞ് ഞാൻ സുപ്രിയയെ ലോകത്തിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരുന്നുവെങ്കിൽ സുപ്രിയയുടെ മുഖം സിനിമാ മാസികകളുടെ കവർ പേജുകളിൽ വന്നതിനെ, ഇൻ്റർനെറ്റ് സൈറ്റ്സിൽ സുപ്രിയ ഫീച്ചർ ചെയ്യപ്പെട്ടതിനെ. പിന്നീട് സുപ്രിയയ്ക്ക് ഇതുപോലെ സുപ്രിയയുടെ ജോലി ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഒബ്വിയസ്. പോകുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം, അല്ല പൃഥ്വിരാജ് എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ താല്പര്യം. അതൊട്ടും ആഗ്രഹിക്കാത്ത ഒരാളാണ് എൻ്റെ ഭാര്യ. ഞാൻ സുപ്രിയ മേനോൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയുടെ പ്രൊഫഷണൽ ഡിഗ്നിറ്റിയെ ബഹുമാനിച്ചുകൊണ്ടാണ് സുപ്രിയയുടെ ഐഡന്റിറ്റി ഞാൻ വെളിപ്പെടുത്താത്തത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രണയം ഞാൻ രഹസ്യമാക്കി വെച്ചത്. ഒരു ചെറിയൊരു റൂമർ കേട്ടു, ലൈക്ക് നിങ്ങൾ 5 year പ്രണയത്തിലായിരുന്നു. അത് ശരിയാണോ ഇല്ലെന്ന് പൃഥ്വിക്ക് മാത്രമേ 5 year പ്രണയത്തിലല്ല, ഒരു 4 വർഷത്തെ സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട്. സുപ്രിയ ഇതിനു മുമ്പ് NDTVയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പം അന്ന് NDTV wanted to do a feature on South Indian cinema. അപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമയെ കുറിച്ചൊരു ഫീച്ചർ NDTV ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആ ചുമതല ഏൽപ്പിച്ചത് സുപ്രിയയാണ്. അപ്പോൾ അന്ന് NDTVയുടെ ആവശ്യം വലിയ തെറ്റുകളില്ലാതെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കുന്ന സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് എന്നൊരു ലിസ്റ്റ് അവരെടുത്തപ്പോൾ ആ ലിസ്റ്റിൽ ഞാനും പെട്ടു. അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ കോൺടാക്ട് ചെയ്ത് നമ്മളതിനൊരു സിനിമയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പ്രോബബ്ലി ഞാൻ മറ്റ് ആക്ടേഴ്സ് കൊടുക്കാത്ത ചില പെർസ്പെക്റ്റീവ്സ് കൊടുത്തപ്പോൾ 1-2 പ്രാവശ്യം എന്നെ വിളിച്ചു. അങ്ങനെ then we started talking and we found out that mutual ഇൻട്രസ്റ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. നമുക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ, നമുക്കിഷ്ടപ്പെട്ട സിനിമകളൊക്കെ തന്നെ ഏറെക്കുറെ ഒന്നായിരുന്നു. അങ്ങനെ നമ്മളൊരു നല്ല സുഹൃത്തുക്കളായി. ഞാൻ എപ്പോഴും എല്ലാ ഇൻ്റർവ്യൂസിലും പറയാറുള്ളത് പോലെ തന്നെ ഒരു സുഹൃത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി. ആ സുഹൃത്ത് ബന്ധം വളർന്നാണ് പ്രണയത്തിലേക്ക് എത്തിയത്. ഇൻഡസ്ട്രി വിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലും ഏകദേശം ആ ഒരു അമ്മ, ഏട്ടൻ, ഏട്ടത്തി അമ്മ, ഇപ്പം എല്ലാവരും ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. അപ്പോൾ കൂടുതലും ചിലപ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ടോക്സും ഫിലിമിനെ പറ്റി ഇതൊക്കെ ആയിരിക്കും. ഈ ഒരു അറ്റ്മോസ്ഫിയർ പൃഥ്വി എന്ന നടനെ എങ്ങനെ പോളിഷ് ചെയ്തു, അല്ലെങ്കിൽ പൃഥ്വി അത് എന്തോ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ അത് ഞാൻ അറിയാതെയാണ്. കാരണം വീട്ടിൽ ഒരിക്കലും സിനിമ സംസാരിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു പ്രോബബ്ലി ബിക്കോസ് നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ടാകാറുള്ളത് അത്രയും അപൂർവമായിട്ടാണ്. അമ്മയും ഞാനും ചേട്ടനും എല്ലാവരും, ഇപ്പോൾ സുപ്രിയം, എല്ലാവരും ഒരുമിച്ചുണ്ടാവുക എന്ന് പറയുന്നത് മേ ബി 2 or 3 times a year, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും അസുലഭമായ മുഹൂർത്തം കിട്ടുമ്പോൾ സിനിമയേക്കാൾ നല്ല വിഷയങ്ങൾ നമുക്കുണ്ട് സംസാരിക്കാൻ.